അപ്പോൾ നമ്മുടെ അടുത്ത ഒരു പോളിസിലെ വർക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ KL10 2650 മേജർ വർക്കൊന്നുമില്ല. കണ്ണൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഈ വണ്ടി വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ ചെറിയൊരു 1-2 കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിൽ കുറേ സ്ഥലങ്ങളിൽ കൊടുത്തിട്ട് ശരിയാവാഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നതാണ് വണ്ടി. അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് ഒന്ന് ഹാൻഡ് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് വർക്കിംഗ് അല്ലായിരുന്നു, അത് ഒന്ന് ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ് കിറ്റ് കസ്റ്റമർ തന്നെ മേടിച്ച് കൊടുത്തിട്ടും അവർക്കത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു ഇത് പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്താൽ ലീക്ക് കാര്യങ്ങൾ വരിക, പവർ സ്റ്റിയറിങ് കറക്റ്റായിട്ട് വർക്കാവാതിരിക്കുക, അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റാക്ക് തന്നെ കംപ്ലയിൻ്റ് ആയിരുന്നു. കസ്റ്റമർ മേടിച്ച് കൊടുത്ത റാക്ക് തന്നെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വന്നുകൊണ്ടിരുന്നത് തന്നെ. നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പം ആ പൈപ്പിൻ്റെ ഒരു പവർ സ്റ്റിയറിങ്ങിൻ്റെ റാക്കിൽ 2 പൈപ്പ് വരും. ആ പൈപ്പിൻ്റെ അവിടെ ചെറുതായിട്ട് ലീക്ക് വരുന്നത് വെച്ചാൽ ഉള്ളിൽ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആ ത്രെഡിന് ചെറിയൊരു ഡാമേജ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് തന്നെ. പിന്നെ നമ്മളിതിൻ്റെ റാക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ കിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ നേരത്തെ ഇട്ടിരിക്കുന്നത് വേറെ ഏതൊരു വണ്ടിയുടെ ആണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് സ്യൂട്ടല്ല അത്. വെച്ചാൽ പവർ സ്റ്റിയറിങ് നേരെ വർക്കാവുന്നില്ല, പമ്പ് ഡിഫറെൻറ്റ് ടൈപ്പായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മൊത്തമായിട്ട് മാറ്റിയിട്ട് കറക്റ്റ് ഒറിജിനൽ എങ്ങനെയാണോ കോളിസിന് വരുന്നത് ആ ഒരു ടൈപ്പിലേക്ക് തന്നെ ഇത് കൊണ്ടുവന്നുള്ളതാണ്. ജംഷി അതിൻ്റെ ബോണ്ട് ഒന്ന് തുറക്കുമ്പോൾ കോളിസിന് എങ്ങനെയാണോ പുള്ളി, അതുപോലെ തന്നെ ക്രാങ്കിൻ്റെ പുള്ളി, ബെൽറ്റ് കാര്യങ്ങൾ എങ്ങനെയാണോ വന്നിരിക്കുന്നത് അത് കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒറിജിനാലിറ്റി എങ്ങനെ വരുന്ന ആ ഒരു രീതിക്ക് തന്നെ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പവർ സ്റ്റിയറിംഗ് പമ്പ് കറക്റ്റായിട്ട് വർക്കിങ്ങും അതുപോലെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, ലീക്കും ഇല്ല. ഇതിൻ്റെ റാക്ക് മാത്രം നമ്മൾ വേറെ ഒരെണ്ണം മേടിച്ച് സെറ്റ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റാക്ക് നമുക്ക് ഇതിനകത്ത് പണിയാൻ പറ്റില്ല. പണി കഴിഞ്ഞാൽ വീണ്ടും അത് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റാക്ക് മാത്രം നമ്മൾ സെക്കൻഡ് ഹാൻഡ് വേറെ ഒരെണ്ണം എടുത്തിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഒരു ഹാൻഡിക്യാപ്ഡാണ്. അപ്പോൾ സാർക്ക് എന്താ പറയുക, മറ്റേ ബ്രേക്കും അതുപോലെ ക്ലച്ചും കാര്യങ്ങളും എല്ലാം അവർക്ക് കയ്യിൽ കൺട്രോൾ ചെയ്യുന്ന രീതിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കേട്ടോ, ഈ ഒരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്രേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ എല്ലാം ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ കംപ്ലീറ്റും ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, അത് പുറത്തുനിന്ന് ചെയ്താണ്. ഇതാണ് അതിൻ്റെ ബ്രേക്ക് വരുന്നത്, ഇത് ആക്സിലറേഷൻ, പിന്നെ ഇത് ക്ലച്ച്. വേണ്ട ഇങ്ങനെ ചവിട്ടിയ ക്ലച്ച്. അപ്പോൾ ഇവിടെ അങ്ങനെ ആക്കും തോറും താഴത്തും അതുപോലെ മാറുന്നത് നിൽക്കാം. വേണ്ട അതുപോലെ ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്താൽ പക്കയായിട്ട് വർക്ക് ചെയ്യും. ബൂസ്റ്റർ എന്തായാലും നല്ല രീതിക്ക് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ആക്സിലറേഷൻ എല്ലാം അതിനകത്ത് തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർക്ക് ഈ ഹാൻഡിലായതുകൊണ്ട് അവർക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പവറിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറയും. അപ്പോൾ ആ രീതിക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ എന്താ പറയുക, ലിവർ കംപ്ലീറ്റ് ലൂസായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു ക്ലിയർ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കിങ്ങും നമ്മൾ തൊട്ടാൽ തന്നെ നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സാർ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഡീസലിൻ്റെ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡീസൽ മീറ്ററിൻ്റെ പ്രശ്നമല്ല, അത് ഫ്ലോട്ടിൻ്റെ പ്രശ്നമല്ല, മീറ്ററിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ സ്പീഡോമീറ്ററും ഇപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ടാലും ഒരു ഈ ഇതിലേക്ക് വരും. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടെ നോർമലിലേക്ക് വരും. പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ യോക്കിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ യോക്ക് നമ്മൾ മാറി. സ്റ്റിയറിങ്ങിൻ്റെ എല്ലാ ഇതും മാറ്റിയിട്ടുണ്ട്. ഇത് കസ്റ്റമർ നേരത്തെ വണ്ടിയിൽ ഇരുന്നതാണ്. ഇതിൻ്റെ റാക്കിൽ നിന്ന് വലിയ ഇത് കിട്ടുന്നില്ല. പക്ഷേ സാർ പറഞ്ഞത് കോളിസിൻ്റെ എല്ലാം എന്നാണ്. കോളിസിൻ്റെ എല്ലാ സത്യത്തിൽ വേറെ ഏതൊരു റാക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ കോളിസിൻ്റെ തന്നെ വേറൊരു റാക്ക് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ ആ പൈപ്പ് അഴിച്ചു വിട്ടിട്ടുണ്ട്. ഈ സൈഡ് കണ്ടിട്ട് ആ സൈഡിൽ നിന്നാണ് ലീക്ക് നല്ലോണം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും റാക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റാക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു റാക്ക് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അതുപോലെ പമ്പും വേറൊരു ടൈപ്പ് പമ്പാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് പമ്പാണ് ഇതിനകത്ത്
സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ പമ്പ് മാറ്റി ജെന്യൂനിറ്റി എങ്ങനെയാണോ ജെന്യൂനിറ്റി ഇതിൽ കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് പണിയെടുക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. നമുക്ക് കൂടുതലായിട്ട് തേടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് റാക്ക് മാത്രം കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ റാക്ക് ഒറിജിനൽ പോളിസിൻ്റെ റാക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള വർക്കുകളെല്ലാം ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ്, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ബെൽറ്റ്, AC ബെൽറ്റ് എല്ലാം കംപ്ലീറ്റും ഇതിനകത്ത് മാറ്റി ഒറിജിനൽ ബെൽറ്റ് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണോ ഒറിജിനാലിറ്റി വരുന്നത് ആ ഒരു ടൈപ്പിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെച്ചാൽ കിറ്റ് ഉണ്ടായിട്ട് പോലും അവർ വേറൊരു സെപ്പറേറ്റ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടാങ്ക് വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതിലുണ്ടായിരുന്ന പഴയ ടാങ്ക് തന്നെ, പവർ സ്റ്റിയറിംഗ് ടാങ്ക് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാറ്റേണ്ട ആവശ്യമില്ല, അത് പമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തുള്ളൂ. പിന്നെ ഹോസ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രഷർ ഹോസ് ഒരെണ്ണം മാറ്റേണ്ടി വന്നു. അതുപോലെ ബാക്കിയുള്ള എല്ലാ ഹോസുകളും നമ്മൾ ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം ഫുള്ളി നമ്മൾ പക്ക ഫിനിഷാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് യോക്കല്ല, ഇൻ്റർമീഡിയറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് മാറ്റിയിരിക്കുന്നത്. നേരത്തെ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഏതൊരു റാക്കാണെന്ന് പറഞ്ഞല്ലോ, ആ റാക്കിലേക്ക് സ്യൂട്ടാകുന്ന പോലുള്ളൊരു ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റി കോളേജിന് വരുന്ന ഒറിജിനാലിറ്റി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ഏകദേശം ഫുള്ളി ഫിനിഷായിട്ട്. ഇനി വർക്കുകൾ ഒത്തിരി വർക്കുണ്ട്, മെക്കാനിക്കലാണെന്നുണ്ടെങ്കിലും ഒത്തിരി വർക്കുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു വർക്കിന് വേണ്ടി മാത്രമാണ് സാറ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ വർക്ക് നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു സ്റ്റേജിൽ വരുമ്പോൾ ബാക്കിയുള്ള വർക്ക് കൂടെ ചെയ്യാം എന്നുള്ളതാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം സാർ ഇതിൽ കൈകൊണ്ട് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് തന്നെ, വർക്ക് ചെയ്യുന്ന ഓടുന്നതും എല്ലാം. അപ്പോൾ കൈകൊണ്ട് തന്നെ ആകുമ്പോൾ സാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സ്റ്റിയറിങ് ഒരു കൈ എപ്പോഴും നമുക്ക് ഇതിൽ വേണം. നമുക്ക് നോർമലി വണ്ടികൾ നമ്മളൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് മാനുവൽ സ്റ്റിയറിങ് തിരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ഒരു കയ്യിൽ ഈ എന്താ പറയുക ഗിയറും ക്ലച്ചും എല്ലാം, ബാക്കി ഒരു കയ്യിൽ സ്റ്റിയറിങ്ങും, അതും പവർ സ്റ്റിയറിങ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രയാസമാണ്, ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. സാർ എങ്ങനെയാണ് എത്ര കാലം ഓടിച്ചെന്നുള്ള കാര്യം ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളത് ക്ലിയറാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പവർ സ്റ്റിയറിങ് എല്ലാം വർക്കിംഗ് തന്നെയാണ്. വേറെ മെക്കാനിക്കൽ കുറച്ച് വർക്കുകളുണ്ട്, അതിപ്പോൾ ചെയ്യുന്നില്ല സാർ. എന്തായാലും അത് നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്താണെങ്കിൽ നമ്മൾ ചെയ്ത ഭാഗത്താണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വാട്ടർ വാഷ് ചെയ്യണം, വണ്ടി ഒന്ന് ഡെലിവറി ചെയ്യണം. വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആണ്. പിന്നെ സാറ് പറഞ്ഞിട്ട് ബാക്കിലെ സ്റ്റെപ്പിനിയുടെ ചെറിയൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത്. അത് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. സ്റ്റെപ്പിനി കയറണില്ല എന്നോ അങ്ങനെ എന്താണോ പറഞ്ഞത്, അത് മാത്രം ഒന്ന് ബെൻഡിങ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കി നോക്കാം, നോക്കിയിട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.